നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടൊരു ഞാൻ ഇതുവരെ അങ്ങനെ പാർവതിയമ്മൻ ടെമ്പിൾ എന്ന് കേട്ടിട്ടില്ല കേട്ടോ. ഇതൊരു ശ്രീ പാർവതിയമ്മൻ ടെമ്പിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ അങ്ങോട്ടൊക്കെ കണ്ണൻദേവൻ ടീ അങ്ങനെ ഇതിൻ്റെ എന്തോ ആണ് കേട്ടോ. ഇതാണ് പ്ലാന്റേഷനാണെന്ന് തോന്നുന്നു. അവിടെ എനിക്കറിയില്ല, എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, അപ്പോൾ നമ്മളിപ്പോഴത്തെ മൂന്നാറിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, അപ്പം ഇടുന്നതായിരിക്കുന്നു. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ 22 ഡിഗ്രി ആയിരുന്നു കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് 21. ഞങ്ങൾ നിൽക്കുന്ന ശരിക്കും തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സ്ഥലത്ത് 30 ഡിഗ്രി ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല കോടാന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഗ്യാപ്പ് റോഡ് പോയി വന്നേ ഉള്ളൂ. അടിപൊളി കോടയാണ്. പിന്നെ മഴയും കൂടി പെയ്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. എൻ്റെ കണ്ണൊക്കെ കണ്ടോ, മഴയൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ, എന്തോ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ജലദോഷം പിടിച്ചു. പിന്നെ ഈ ഒരു സംഭവം വാങ്ങിയോണ്ട് കട്ടിയില്ലാത്തതാണ്, എന്നാലും ഇങ്ങനെ ഇടുമ്പോൾ ഒരു സുഖമുണ്ട്. കാരണം ഇത് വാങ്ങിയോണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ തണുത്ത് ചത്തേനെ. കൈയൊക്കെ മരച്ചിട്ട് ഫോൺ പിടിക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നാളെ വാഗമണ് വഴി കറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ. പക്ഷെ ഇവിടെ അത്യാവശ്യം മഴയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് റോഡൊക്കെ നല്ല ഇടിയുന്നുണ്ട്. അതുകൊണ്ട് ഡേഞ്ചറാണ്. ഞങ്ങളിതിനെ പകുതി വരെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു തരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. കോടയും മഞ്ഞൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളി ക്ലൈമറ്റാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ട് വല്ല മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായെങ്കിലേ ഉള്ളൂ. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കുറേ സ്ഥലത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഗ്യാപ്പ് റോഡ് പോയ സമയത്താണെങ്കിലും ഇഷ്ടം പോലെ മണ്ണിടിഞ്ഞിട്ട് കണ്ടിട്ടു. അപ്പോൾ ഞങ്ങൾ പകുതി വരെ പോയി. അവിടുത്തെ ആ ഒരു ചിന്നക്കനാൽ വാട്ടർഫോൾസ് വരെ ഞങ്ങൾ പോയില്ല. കാരണം നാളെ അതുവഴിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് പിന്നെ അപ്പോൾ കാണാൻ വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല കോട കൂടി അവിടെ നിന്ന് ഫോട്ടോ എടുക്കായിരുന്നു. പക്ഷെ അത്രയ്ക്ക് കോട കേട്ടോ. ആ വാട്ടർഫോൾസ് ഒന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ആരെങ്കിലൊക്കെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ മഴയത്ത് എന്തിനാ പോകുന്നത്, ഭ്രാന്താണോ? ശരിക്കും പറഞ്ഞാൽ ഭ്രാന്താണ്. പക്ഷേ എനിക്ക് മോനുള്ളതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് പുറത്തെടുക്കാൻ പറ്റില്ലെന്ന് മാത്രം. എന്താണെന്ന് പറഞ്ഞാൽ വല്ല ഇടിഞ്ഞ് വീണ് മണ്ണിടിച്ചിലുണ്ടായാലുള്ള ഒരൊറ്റ പേടി എനിക്കുള്ളൂ കേട്ടോ. വേറെ ഒന്നും എനിക്കില്ല. അങ്ങനെ അത്യാവശ്യം ടൂറിസ്റ്റും ഉണ്ട്. അങ്ങനെ കുറവ് എന്ന് പറയാനില്ല. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബറിൽ വന്നതിൻ്റെ അത്ര, അത് നമുക്ക് വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കും അത്രയും ഉണ്ടായിരുന്നത്. നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇപ്രാവശ്യം പിന്നെ അത്രയ്ക്കൊന്നുമില്ല. എന്നാലും ചെക്കന്മാരൊക്കെ ഉണ്ട്, ബൈക്കൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. പിന്നെ TN വണ്ടി, KA വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ KL വണ്ടി നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്നാലും ടൂറിസ്റ്റൊക്കെ ഉണ്ട്, ഇല്ല എന്നും പറയാനില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം ഇരവിക്കുളം നാഷണൽ പാർക്ക് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ വഴിക്ക് ഞങ്ങൾ കുറച്ച് വരുമ്പോൾ വണ്ടിയൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടോ. നല്ല കാടാണല്ലോ, പിന്നെ പോയിട്ടില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കാം. പിന്നെയും നാളെ കുറച്ച് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ പോയി ഒന്ന് കറങ്ങി രാവിലെ പോകണം. ബൈ. താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് KSRTCൻ്റെ ഒക്കെ ഡിപ്പോൻ്റെ തൊട്ടടുത്താണ് കേട്ടോ താമസിക്കുന്നത്. അപ്പം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങളൊക്കെ ആ ഒരു ഇതിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അങ്ങോട്ട് നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അവിടെ പോയില്ല. നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ വെച്ചാൽ അവിടെ കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എന്തിനാ വെറുതെ ഒരു ദിവസത്തേക്ക് വേണ്ടിയെന്ന് വെച്ചിട്ട് ചെറിയൊരു റൂമാണ് കേട്ടോ എടുത്തത് ഈ പ്രാവശ്യം. അപ്പോൾ പിന്നെ അങ്ങനെ അപ്പം ഇങ്ങനെ വന്ന ഇതാണ്ട് KSRTC ഡിപ്പോ. ഇതിൻ്റെ നമ്മുടെ ഈ റൂമിൻ്റെ പുറകെ കൂടെയാണ് കേട്ടോ. ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. കറക്റ്റ് നല്ല അടിപൊളി ലൊക്കേഷനാണ്. പക്ഷേങ്കിൽ റൂം അത്ര ഇതില്ല, എന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളി റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല, പുറകെ ആയിട്ട് ഇടാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയി വീടെത്തിക്കഴിഞ്ഞ് ഞാൻ എപ്പോൾ വീഡിയോ ഇടുന്ന അറിയില്ല. എന്നാലും വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ എന്താണ് എൻ്റെ കോലം നോക്കണം. ഞാനിത് ഇവിടെ നിന്ന് ഒരു ചെറിയ പൈസയ്ക്ക് വാങ്ങിയത് കേട്ടോ. എന്തായാലും അത് ഭയങ്കര ഉപകാരമായി. കാരണം അത്രയ്ക്ക് തണുപ്പാണ്, കൈയും കാലും വിറച്ചിട്ട് പോയാൽ. പിന്നെ ബൈക്കിൽ പോകുന്ന സമയത്ത് പറയണ്ട, കോടാന്ന് പറഞ്ഞാൽ നമുക്ക് വഴി കാണാൻ പറ്റാത്ത പോലത്തെ കോടയായിരുന്നു. ഇപ്പം ഗ്യാപ്പ് റോഡ് പോയി വന്നേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം മൂട്ടിപ്പച്ച് കിടന്നുറങ്ങണം. വേറെ ഒരു പണിയില്ല കേട്ടോ. കാരണം തണുത്ത് മരച്ചിട്ടുണ്ട്, കൈയൊക്കെ കണ്ടോ ഒരുമാതിരി ആയിട്ടുണ്ട് കേട്ടോ. ഈ കോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കുളിർത്തിരിക്കുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഞാൻ വീഡിയോ അടുത്ത് തന്നെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം നമ്മളെടുത്ത റൂമൊക്കെ തീരെ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ചെറിയ റൂമാണ്, പക്ഷെ നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി റൂം, കുഞ്ഞ് റൂം, നല്ല സെറ്റായിട്ടുള്ള റൂമാണ് കേട്ടോ ഈ പ്രാവശ്യം എടുത്തിട്ടുള്ളത്. നമ്മളെ വണ്ടി കണ്ടോ, വണ്ടി അവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു അമ്പലമുണ്ട്. നല്ല കോടയുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചാറ്റൽ മഴയുണ്ട്. നല്ല ഇവിടെ കുറച്ച് കുറവാണ്, പക്ഷേ ഗ്യാപ്പ് റോഡൊക്കെ അടിപൊളി കോടയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങോട്ട് പോയില്ല, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു റൂം എടുത്തിട്ടുള്ളത്. ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ്, അങ്ങോട്ടേക്കാണ് കേട്ടോ KSRTC ഡിപ്പോ. ഇപ്പം ഞാൻ നിൽക്കുന്ന റൂം അകത്താണ്.
അതാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ള സ്ഥലം. പിന്നെ ഇവിടെ എന്തോ കിടക്കൊക്കെ ഇട്ടിട്ടുണ്ട്, അവരെന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ KSRTC ഉണ്ടോ ഡിപ്പോ, അവിടെയാണ്. ഡിപ്പോൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം റൂം എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവിടെ എടുത്ത്, ഈ പ്രാവശ്യം നേരെ ഓപ്പോസിറ്റ് എടുത്തു. അപ്പോൾ എന്തായാലും ഇനി ബാക്കി നാളെ രാവിലെ എടുക്കാം. ബസ്സിനകത്ത് ഫുള്ള് വെള്ളമായതുകൊണ്ട് അധികം കാണില്ല കേട്ടോ. അവിടെ കണ്ടോ കോട ഇറങ്ങി വരുന്നത്, നല്ലോണം ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നുമല്ല കേട്ടോ, ഗ്യാപ്പ് റോഡ് കാണാനില്ല. ഞാൻ ഇതിനകത്ത് ചെറിയൊരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം, ബാക്കിയൊക്കെ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ ഇടാം കേട്ടോ. ഈ സൈഡൊക്കെ അത്യാവശ്യം കോട ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം സമയം 5:15 കേട്ടോ. ഇവിടെ ഇപ്പം 21 ഡിഗ്രിയാണ് കാണിക്കുന്നത്. പക്ഷേ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. കൈയും കാലും കോച്ചുന്ന തണുപ്പാണ്. ഫാനിൻ്റെയും AC-ൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഇതൊന്നും കോടയല്ല, ഞാൻ ശരിക്കുള്ള ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നുള്ളൂ. ഗ്യാപ്പ് റോഡത്തെ കോട ഞാൻ കാണിച്ചു കേട്ടോ. അടിപൊളിയാണ്. ഇപ്പോൾ പോകണ്ടെന്ന് വിചാരിച്ചാണ്, എന്നാലും ഒന്ന് പോയി നോക്കിയപ്പം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ ഇവിടെ വന്നിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കാണാം. അപ്പോൾ എന്തായാലും മൂന്നാർ വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ എന്തായാലും വരാം. ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. ബൈ.